നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് തയ്യാറാക്കുന്നത്. കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 800 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് കപ്പ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് വേകുന്ന കപ്പ വേണം എടുക്കാനായിട്ട്. ഇത് കപ്പ വേവിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എപ്പോഴും കപ്പയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ കുറച്ച് കൂടുതൽ എടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ബീഫ് വേവിക്കാനായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. ഒരു കുക്കറിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10-20 ചുവന്നുള്ളി ചെറുതായി ഒന്ന് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഈ ചുവന്നുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കപ്പ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, എടുത്ത് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. ചില കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ കുറച്ചും കൂടി വേകാനുണ്ട്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് കപ്പ ഊറ്റിയെടുക്കാം. വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുക്കറിൽ നിന്നും സവാളയും ചുവന്നുള്ളിയും വഴറ്റാനുള്ളത് ഒരു പാനിലേക്ക് മാറ്റിയതാണ്. സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചിയും 3 വലിയ വെളുത്തുള്ളി അല്ലിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മീറ്റ് മസാല ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. പൊടികൾ കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. എണ്ണ അല്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരല്പം കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ ആ റോ സ്മെല്ല് പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. 400 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ മസാലയിലിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം. കുക്കറിലിട്ട് കഴിയുമ്പോഴാണ് പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടത്തുള്ളൂ. 5-6 വിസിൽ വരുന്നത് വരെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ വറുത്തെടുക്കാം. ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടൊരു 6 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. ബീഫൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മളെടുത്ത ആ പാനിലേക്ക് തന്നെ ഞാനിതിട്ട് കൊടുക്കുകയാണ്. നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പയിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം.
ഇപ്പോൾ ഇതൊന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ വറുത്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബീഫിലുള്ള ഗ്രേവിയൊക്കെ ഈ കപ്പ അബ്സോർബ് ചെയ്തെടുത്തോളും. ഒട്ടും ഗ്രേവി ഇല്ലാതെ നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഇത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഒരല്പം ഗ്രേവി ഉള്ളതാണ് നല്ലത്. അത് കപ്പ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കപ്പ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കപ്പ ഇതിലേക്ക് ഉടച്ചൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ തേങ്ങ വറുത്ത് അതിൻ്റെ ഉപ്പും മസാലകളൊക്കെ ചേർത്ത് വറുത്ത് അരച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. ഞാൻ അതുപോലൊരു വീഡിയോ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കപ്പ ബിരിയാണി ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.